അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധം വളരെ രൂക്ഷമായിട്ടുള്ള യുദ്ധമായിരുന്നു യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ ഇരുപക്ഷത്തും ആളുകൾ വേണ്ടത്ര മരിച്ചിട്ടുണ്ട്. മുസ്ലിം പക്ഷത്തും വേണ്ടത്ര കുറേ ആൾക്കാർ മുസ്ലിം പക്ഷത്തും മരണപ്പെട്ടിട്ടുണ്ട്. അവരിൽ വേദഗ്രന്ഥം ഖുറാൻ, ആ വിശുദ്ധ ഗ്രന്ഥം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. യമാമയിൽ ഒരു യുദ്ധം നടന്നു. അതുപോലെ ഇനിയും യുദ്ധങ്ങൾ ഒരു പുതിയ ദർശനവിശേഷത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് യുദ്ധമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ യുദ്ധം ഉണ്ടായേക്കാം. അവയിലൊക്കെ ഒരുപാട് ആളുകൾ ഇരുപക്ഷത്തും മുസ്ലിങ്ങളുടെ പക്ഷത്തും അല്ലാത്ത പക്ഷത്തും ഇല്ലാതെ പോകുകയും ചെയ്യാം. അതിൽ ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥം അത് പരിപൂർണമായിട്ട് ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാരും അതിൽ ഉണ്ടായി എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ആചാര്യന്മാരുടെ നാശം ഖുറാൻ്റെ പ്രചാരം കുറച്ചു കളഞ്ഞേക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഖുറാൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ അവതാരകനും അവതരിപ്പിച്ചയാളും ഉടമയുമായിട്ടുള്ള പരമകാരുണികനായിട്ടുള്ള അള്ളാഹു തന്നെ സ്വയം ഏറ്റെടുത്തിട്ടുള്ളതാണ്. നാമാണ് ഈ ദിക്ർ ഖുറാൻ അവതരിപ്പിച്ചത്. നാം തന്നെ അത് കലാകാലങ്ങളിലൂടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഖുറാനിലത് പറഞ്ഞിട്ടുണ്ട്. ഖുറാൻ്റെ ഈ സുരക്ഷിതത്വത്തെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഈ ചിന്ത, ഇങ്ങനെയൊരു ചിന്ത ആദ്യം മനസ്സിൽ പൊട്ടി വിരിഞ്ഞത് ഉമർ ബിൻ ഖത്താബിനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഇങ്ങനൊരു ചിന്ത ഉരുത്തിരിഞ്ഞത്. അതങ്ങനെയാണ്. അള്ളാഹു ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പാക്കേണ്ടുന്നതിലേക്ക് അതിനെ പറ്റിയ സാഹചര്യവും സൃഷ്ടിച്ചുകൊള്ളും. ഖുറാൻ്റെ കാര്യത്തിൽ മറ്റൊന്നല്ല സംഭവിച്ചത്, അത് തന്നെയാണ് സംഭവിച്ചത്. ഉമറിനാകെ വേവലാതിയായി. എന്താണ് ഇങ്ങനൊരു ചിന്ത വരാനുള്ളൊരു കാരണം? ഇതൊരു നല്ല ചിന്തയാണോ, സച്ചിന്തയാണോ, അതിന് വല്ല പിശാചിൻ്റെയും പരീക്ഷണമാണോ, പിശാചിനെ തെറ്റായ വഴിയിൽ കൂടെ നടത്തുകയാണോ, ദുർബോധനം നടത്തിയിട്ട്? ഏതായാലും ആ ചിന്തകളൊക്കെ അദ്ദേഹത്തിന് വിട്ടുപോയി. ഇത് നല്ലൊരു ചിന്തയാണ്. ഏതായാലും അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് ഖലീഫയെ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, യമാമ യുദ്ധം, അതിനകത്ത് ഒരുപാട് ആളുകൾ ഇല്ലാതായിട്ടുണ്ട്, വധിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഖുറാൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകൾ തന്നെ വേണ്ടത്രയുണ്ട്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ, ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇനിയും ഖുറാൻ ഹൃദിസ്ഥമാക്കിയ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഖുറാൻ്റെ കാര്യം എന്താകും? അത് ക്രോഡീകരിച്ച് വെക്കേണ്ടത് ആവശ്യമല്ലേ? അതല്ലെങ്കിൽ ഖുറാൻ്റെ സിംഹഭാഗവും പല രൂപത്തിലായിട്ട് പലരുടെയും കയ്യിലിരിക്കുന്നു. അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഖുറാൻ്റെ വചനങ്ങളും നഷ്ടപ്പെട്ടു പോകും. അത് സ്വാഭാവികമാണ്. അതിനാൽ ഖുറാൻ വേണ്ടുന്ന രീതിയിൽ ക്രോഡീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അങ്ങ് കൈക്കൊള്ളണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ടെന്ന് ഉമർ ബിൻ ഖത്താബ് ഖലീഫ അബൂബക്കറിനോട് പറഞ്ഞു. ഇങ്ങനൊരു പ്രശ്നത്തെ സംബന്ധിച്ച് ഖലീഫ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളുടെ സുരക്ഷ, അതുപോലെ തന്നെ ഇസ്ലാം ചിന്താ പദ്ധതികളുടെ സുരക്ഷ, അതിനു വേണ്ടിയിട്ട്
അതിനെതിരായിട്ട് നിൽക്കുന്നവരെ പ്രതിരോധിക്കുക, അതാണ് അബൂബക്കർ വരെ ചെയ്തിരുന്നത്. പക്ഷേ ആ പ്രതിരോധന പ്രക്രിയയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ ഖുറാനും കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. ഉമർ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അത് അതേപോലെ ഉൾക്കൊള്ളാൻ അബൂബക്കറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഖലീഫ അബൂബക്കർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതൻ ഇവിടെ ജീവിച്ചിരുന്നിരുന്നു, 60 വർഷത്തിലേറെ ജീവിച്ചിരുന്നിരുന്നു, സാക്ഷാൽ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ. അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ഇങ്ങനൊരു കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാവുമ്പോൾ ഞാനെങ്ങനെയാണ് അത് ചെയ്യുക ഉമറെ? അതാണ് ചോദിച്ചത്. നബി തിരുമേനി ചെയ്യാത്തൊരു കാര്യം ഞാൻ അനുവർത്തിക്കേണ്ടതുണ്ടോ? അനുവർത്തിക്കാൻ പാടുള്ളതാണോ? ഇതായിരുന്നു ഖലീഫയുടെ ചോദ്യം. ഉമർ പെട്ടെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് വീണ്ടും ഇത് സംബന്ധിച്ച് അബൂബക്കറുമായിട്ട് ചർച്ചകൾ നടത്തുകയുണ്ടായി. ഉമർ ബിൻ ഖത്താബ് പറയുന്ന കാര്യങ്ങളിൽ ഒരർത്ഥങ്ങളുണ്ടെന്ന് പതുക്കെ അബൂബക്കറിന് മനസ്സിലാകുകയും ചെയ്തു. ഉമറിൻ്റെ വീക്ഷണത്തിൽ ശരികളുണ്ട്, അത് അബൂബക്കർ സമ്മതിച്ചു. പിന്നെ അധികം വൈകിയില്ല ഖലീഫ അബൂബക്കർ അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ സയ്യിദ് ബിൻ ഥാബിത്തിനെ വിളിപ്പിച്ചു. പലയിടങ്ങളിലുമായിട്ട് ചിന്നിച്ചെതറിക്കിടക്കുന്ന ഖുർആൻ വചനങ്ങൾ ഏതെങ്കിലും ഒരു അറിവാളിക്ക് അറിയാവുന്ന ഒരു കൂട്ടം ഖുർആൻ ഭാഗങ്ങളുണ്ടായിരിക്കാം. അത് മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. അയാൾക്ക് അറിവുള്ളത് ഇവിടെ അറിയണമെന്നില്ല. അയാളൊരു അപകടത്തിലോ അല്ലെങ്കിൽ അയാളുടെ മരണം സാധാരണ രീതിയിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇയാൾക്കത് എടുത്തു കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിയാതെ വരും. ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ടും പലരുടെ ബുദ്ധിയിലായിട്ടും കിടന്നിരുന്ന ഖുർആൻ അതിനെയെല്ലാം സമാഹരിച്ച് അതിൽ സമാന രൂപമുള്ളതിനെ മാറ്റിയിട്ട് അതിൻ്റെ സത്തെടുത്ത് അതിനെ ഒരു പുസ്തക രൂപത്തിലാക്കി അതിന് ക്രോഡീകരണം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം സയ്യിദ് ബിൻ ഥാബിത്തിനെ ഏൽപ്പിച്ചു. ഈ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ട് സയ്യിദ് പറയുകയാണ്, യമാമ യുദ്ധത്തിൽ ആളുകൾ വധിക്കപ്പെട്ടതിനെ തുടർന്നാണ് അബൂബക്കർ എന്നെ ആളയച്ചു പഠിപ്പിച്ചത്. ഖലീഫ അബൂബക്കർ പറഞ്ഞു, അലിയോ സയ്യിദേ, ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ പറയുന്നു, യമാമയിൽ ഒരുപാട് ആൾക്കാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാരും അതിനകത്തുണ്ട്. ഇങ്ങനെ ഇനിയും യുദ്ധമുണ്ടാകും, ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരും, മദീനയിൽ കടന്നാക്രമണം നടത്താൻ വരും, അതിനെ പ്രതിരോധിക്കും. ആ പ്രതിരോധ പ്രക്രിയയിൽ ഒരുപാട് പേര് മരിക്കും. അതിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാരും ഉണ്ടാകും മരിച്ചവരുടെ കൂട്ടത്തിൽ. അങ്ങനെയായാൽ ഖുർആൻ്റെ കാര്യം എന്താകും? പിന്നീട് എത്രത്തോളം ഖുർആൻ അവശേഷിച്ചിട്ടുണ്ടോ അത് മാത്രമല്ലേ നമുക്ക് എല്ലാവർക്കും കിട്ടുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടും ഇപ്പോഴെങ്കിലും ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം പല അംശങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അതിനാൽ അലിയോ സയ്യിദ്, ഖുർആൻ്റെ ക്രോഡീകരണത്തിന് ആവശ്യമുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം. അങ്ങനെ എനിക്കൊരു അഭിപ്രായമുണ്ടെന്ന്
ഖലീഫ അബൂബക്കർ സയ്യിദ് ബിൻ ഥാബിത്തിനോട് പറഞ്ഞു. ഇങ്ങനെയെല്ലാം എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഉമറിനോട് ചോദിക്കുകയുണ്ടായി. ഖലീഫ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുക? അദ്ദേഹത്തിൻ്റെ പാതയിൽ നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉമർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവാണേ സത്യം, അതൊരു നല്ല കാര്യമാണ്. അദ്ദേഹം അക്കാര്യത്തിൽ എന്നെ തൽപരനാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇതാ അള്ളാഹു തന്നെ അതിനനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എൻ്റെ മനസ്സിനെ മാറ്റി തന്നിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഉമർ ബിൻ ഖത്താബിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ അപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കാരണം ഖലീഫ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും കയറി പറഞ്ഞില്ല. അബൂബക്കർ എന്നോട് പറഞ്ഞു, അല്ലയോ സയ്യിദ്, താങ്കളൊരു യുവാവാണ്, പക്ഷെ താങ്കളുടെ പ്രായത്തിന് വിട്ടുള്ള വിവേകം താങ്കൾക്കുണ്ട്. അതുകൊണ്ട് താങ്കളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ദൈവദൂതരുടെ മഹത് വചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് വാസ്തവത്തിൽ താങ്കളാണല്ലോ. അതിനാൽ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഖുറാൻ്റെ ക്രോഡീകരണം നടത്തുക. എല്ലാ സഹായങ്ങളും ഞങ്ങളിൽ നിന്ന് അങ്ങേക്കുണ്ടാകുന്നതാണ്. അല്ലാഹുവാണേ സത്യം. ഒരു പർവ്വതം ആ സ്ഥാനത്തു നിന്ന് കൊത്തിയെടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, അതാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഖുറാൻ ക്രോഡീകരിക്കണമെന്ന കൽപ്പനയോളം ആ കൽപ്പന വന്ന സമയത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. കാരണം ഖുറാൻ വചനങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. അത് ക്രോഡീകരിക്കുമ്പോൾ അത് എവിടെ വെക്കണം, എവിടെ വെക്കാതിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ തല പൊട്ടിത്തെറിക്കും. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതർ ചെയ്യാതെ വിട്ട ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഇരുവർക്കും അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായത്, അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യമുണ്ടായത്? അബൂബക്കർ, ഖലീഫ അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, അതൊരു നല്ല കാര്യമാണത്. ഉമറിനോട് ഞാൻ ഇക്കാര്യത്തിൽ അങ്ങ് പറഞ്ഞ അതേ ന്യായവാദം ഞാൻ ഉമറിനോട് നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് നന്നായി തോന്നിയ അക്കാര്യം അത് അദ്ദേഹം വേണ്ടതുപോലെ എന്നെ ബോധിപ്പിച്ചു, കാരണസഹിതം ബോധിപ്പിച്ചു. അപ്പം അത് ശരിയാണെന്ന് എനിക്കും ബോധ്യമായി കഴിഞ്ഞു. തുടർന്ന് ഞാൻ എല്ല്, അതുപോലെ തുകല്, ഈന്തപ്പന മടൽ, ആളുകളുടെ ഓർമ്മ, അങ്ങനെ എവിടെ നിന്നൊക്കെ ഖുറാൻ വചനങ്ങൾ ശേഖരിക്കാമോ അവിടെ നിന്നൊക്കെ ഖുറാൻ വചനങ്ങൾ ശേഖരിച്ച് ഒരിടത്ത് കൂട്ടിവെക്കാൻ തുടങ്ങി. അത്തൗബ അധ്യായത്തിലുള്ള 2 സൂക്തങ്ങൾ അറിയുന്നവരായിട്ട് ആരെയും എനിക്ക് കണ്ടുകിട്ടിയില്ല. അവസാനം അന്വേഷിച്ച അൻസ്വാർ വംശജനായിട്ടുള്ള ഖുസൈമയുടെ പക്കലാണ് അത് കണ്ടെത്തിയത്. നിശ്ചയമായിട്ടും നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ തൽപരനാണ്. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളോട് അദ്ദേഹം കൃപയുള്ളവരാണ്, കാരുണ്യവാനാണ്. ഇനിയും ഇതെല്ലാം ഉണ്ടായിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ പറയുക,
എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ എൻ്റെ എല്ലാ ഭാരവും അവനെ ഏൽപ്പിക്കുകയാണ്. അവൻ മഹത്തായിട്ടുള്ള ഒരു സ്ഥാനത്തിന് അർഹനാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ ഏറെക്കുറെ എല്ലാം പകർത്തിക്കഴിഞ്ഞു. നോക്കുമ്പോൾ അഹ്സാബ് അധ്യായത്തിലൊരു സൂക്തം മാത്രം കാണാനില്ല. വീണ്ടും നബി തിരുമേനിയാണെങ്കിൽ അത് പാരായണം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കേട്ടതാണ്, ഏകദേശം ഓർമ്മയുമുണ്ട്. അതെങ്കിലും തേടിപ്പിടിക്കണം. അതും അൻസ്വാർ വംശജനായിട്ടുള്ള ഖുസൈമ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. നബി തിരുമേനി അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തെ രണ്ടാളുകളുടെ സാക്ഷ്യത്തിന് തുല്യം പരിഗണിക്കാറുണ്ട്. കേൾക്കുക, സത്യവിശ്വാസികളിലുണ്ട് ചിലർ, അവർ അള്ളാഹുമായിട്ട് തങ്ങൾ ചെയ്ത കരാറിനെ കൃത്യമായിട്ടും പരിപാലിച്ചു വന്നവരാണ്. അവരിൽ വേറെയും ചില ആളുകളുണ്ട്, അവർ മരിച്ചുപോയി കഴിഞ്ഞു. പ്രതീക്ഷയോടു കൂടിയിട്ടിരിക്കുന്ന ചിലരുണ്ട് അവരിൽ. ഈ അർത്ഥം വരുന്ന വചനമാണത്. അത് എടുത്ത് ഞാൻ അതിൻ്റെ അധ്യായത്തിൽ എവിടെ ചേർക്കണമോ അവിടെ ചേർത്തു. അനന്തരം ഖുർആൻ ക്രോഡീകരിച്ച ഏട് ഞാൻ അബൂബക്കർ, ഖലീഫ അബൂബക്കറിനെ ഏൽപ്പിച്ചു. അബൂബക്കർ മരിക്കുവോളം അത് അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് വെച്ചിരുന്നത്. പിന്നീടത് എത്തിച്ചേർന്നത് ഉമറിൻ്റെ മകളുടെ കയ്യിലാണ്, ഹഫ്സയുടെ കൈകളിലാണ് ആ ഖുർആൻ എത്തിച്ചേർന്നത്. പ്രമുഖരായിട്ടുള്ള മറ്റ് സഹാബിമാരെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ ചുമതല എന്തുകൊണ്ടാണ് സയ്യിദിനെ തന്നെ ഏൽപ്പിച്ചത്? അതൊരു ചോദ്യമാണ്. നബി തിരുമേനിക്ക് ദിവ്യവചനങ്ങൾ അവതരിച്ച് കിട്ടുന്ന സമയത്ത് അത് അപ്പോൾ എഴുതിയെടുക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്, നബി തിരുമേനി തന്നെ ഏൽപ്പിച്ചിരുന്നത് സയ്യിദിനെയായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഖുർആൻ പരിപൂർണമായിട്ട് തിരുമേനിയുടെ തിരുമുഖത്തു നിന്ന് തന്നെ നേരിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അക്കാരണത്താൽ തന്നെ അവിടെ ജീവിച്ചിരിക്കുന്ന ആരേക്കാളും നന്നായി ഖുർആൻ അറിയുന്ന ഒരാൾ സയ്യിദായിരുന്നു. മാത്രമല്ല ഈ സഹജമായിട്ടുള്ള ചുറുചുറുക്ക് അദ്ദേഹത്തിനുണ്ട്, നല്ല പ്രസന്നതയുണ്ട്, പ്രസരിപ്പുണ്ട്. കൊടുത്ത ജോലി എന്താണോ, ചുമതല എന്താണോ, കർത്തവ്യം അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ തൻസും മനസ്സും അതിൽ ചേർത്ത് വയ്ക്കാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചുറുചുറുപ്പും പ്രസരിപ്പും അതിന് ഉപോത്ബലകമായിട്ട് തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നതിൻ്റെ ചുമതല സയ്യിദിനെ തന്നെ ഏൽപ്പിക്കാൻ, മറ്റാരെയും ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിൽ പോലും സയ്യിദിനെ തന്നെ അത് ഏൽപ്പിക്കാൻ ഖലീഫ അബൂബക്കർ നിശ്ചയിച്ചതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രം വലുതായി, ഇന്നും അത് വലുതായിക്കൊണ്ടിരിക്കുന്നു. വിവിധ ദേശക്കാർ, രാഷ്ട്രത്തിലുള്ള ആളുകൾ, വ്യത്യസ്ത ഗോത്രങ്ങൾ, ഭാഷക്കാർ, അവർക്ക് ധാരാളം ഇസ്ലാമിനെ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഖുർആൻ്റെ ചില പദങ്ങളുടെ പാഠഭേദങ്ങൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. തൻ്റെ പാഠമാണ് ശരിയെന്ന് ഓരോരുത്തരും അവർ ആരാണോ അത് കയ്യിൽ വെച്ചിട്ടുള്ള അവരേക്കും പറഞ്ഞു ഇതാണ് ശരി, നിങ്ങളുടേതല്ല ശരി. അതിനൊരു ഷഠൻ്റെ ബുദ്ധിയാണ് അവർ ഉപയോഗിച്ചിരുന്നിരുന്നത്. ഞങ്ങളുടേതാണ് ശരി, നിങ്ങളുടേതല്ല ശരി എന്ന രീതിയിൽ അവർ അന്യോന്യം ആക്ഷേപിക്കാൻ തുടങ്ങി, ശകാരിക്കാൻ തുടങ്ങി. അർമേനിയ, അതുപോലെ
അദർബീജാൻ ആദിയായ സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രവണത വലിയ രൂപത്തിൽ അവിടെ കണ്ടുവന്നിരുന്നത്. ഈ ഒരു പ്രവണതയ്ക്ക് സാക്ഷിയാകാനുള്ള യോഗം ഹുദൈഫത്തുൽ യമാനിക്കാണുണ്ടായത്. പ്രമുഖനായിട്ടുള്ള സഹാബിയാണ് ഫുദൈഫ. ഏതായാലും അദ്ദേഹം സമയം പാഴാക്കിയില്ല. കഴിയും വേഗം മദീനയിലെത്തി ഖലീഫയെ നേരിട്ട് കണ്ടു. ഉസ്മാനായിരുന്നു അന്നത്തെ ഖലീഫ. ആ ഖലീഫയോട് പറഞ്ഞു, മുസ്ലിങ്ങളൊക്കെ നശിക്കാൻ പോവുകയാണ് അല്ലയോ ഖലീഫ, അതിനു മുമ്പ് വേഗം തന്നെ അവരെ രക്ഷിക്കേണ്ടതുണ്ട്. ഖലീഫ ഉസ്മാൻ ചോദിച്ചു, ഇപ്പം എന്താണ് ഉണ്ടായത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ചൊല്ലിയിട്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ ഉത്ഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടന്നു വരുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം കിട്ടി. ഇറാഖ്, അതുപോലെ ഷാം, ഹിജാസ് ആദിയായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവിടെ നിന്നൊക്കെയുള്ള പലരെയും ഞാൻ കണ്ടു. ജൂതന്മാർ, ക്രൈസ്തവന്മാർ, ഈ രണ്ട് വിഭാഗങ്ങൾ ഭിന്നിച്ചതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ ആളുകൾ ഭിന്നിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് അല്ലയോ ഖലീഫ.